ഹലോ, കേൾക്കാവോ? ആലപ്പുഴ ഏഷ്യാനെറ്റ് അല്ലേ? അതെ, ഞാൻ വിളിച്ചത് അവിടെ പുന്നപ്രയിൽ ഒരു മറ്റേ കോവിഡ് രോഗിയെ ബൈക്കിലിരുത്തി കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ടല്ലോ. നിങ്ങളുടെ ഹെഡ്ലൈനിൽ ഇപ്പോൾ വാർത്തയായിരുന്നു. ആംബുലൻസിന്റെ ദൗർലഭ്യം കൊണ്ട് ബൈക്കിൽ കൊണ്ടുപോകേണ്ടുന്നൊരു ദയനീയമായ ചിത്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് ഹെഡ്ലൈനിൽ വന്നത്. വസ്തുതാപരമായിട്ടത് അങ്ങനെ തന്നെയാണോ? അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട രോഗിയെ 36 വയസ്സുള്ള ഒരു യുവാവിനെ ബൈക്കില് മുന്നിലും ബാക്കിലും 2 PPE കിറ്റ് ധരിച്ച 2 പേര്, 2 സഖാക്കൾ DYFIയുടെ പ്രവർത്തകരാണെന്നുള്ളതാണ് മറ്റു ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത്. ആംബുലൻസ് വരാനുള്ള ഒരു ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആംബുലൻസ് പുന്നപ്രയിലേക്ക് 4-5 മിനിറ്റ് ആംബുലൻസ് വരാനുള്ള ഒരു ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് DYFIയുടെ രേഖ എന്ന് പേരുള്ള ഒരു സഖാവ് ഉൾപ്പെടെ മുന്നിലും ബാക്കിലും PPE കിറ്റ് ധരിച്ച് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്. ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിട്ടെന്നാണ് പറഞ്ഞത്. അപ്പം അത് ഒരു സുഹൃത്തുക്കളുടെ കൺസേൺ, അവരുടെ ശ്രദ്ധ, അവരുടെ സുഹൃത്തായിട്ടുള്ള ആളുടെ ജീവനിലുള്ള ഒരു താല്പര്യം എന്നുള്ളതിനപ്പുറത്തേക്ക് അത് അവിടെ ആംബുലൻസിനുള്ള ദൗർലഭ്യമൊന്നും ആരോഗ്യ സംവിധാനത്തിന്റെ പരാജയം എന്ന നിലക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് വാർത്ത കൊടുക്കുന്നത് ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ, ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ മൊറയിൽ ഇല്ലാതാക്കുന്ന ഏർപ്പാടേ പോലെ. പ്രസാദ് ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടറാണെന്നുള്ള മതിപ്പ് കൊണ്ട് വാർത്ത കണ്ട സമയത്ത് ആംബുലൻസിന് വേണ്ടിയിട്ട് പിന്നെ കാത്തിരുന്നിട്ട് ആംബുലൻസ് കിട്ടാത്തതുകൊണ്ട് ബൈക്കിൽ കൊണ്ടുവേണ്ടുന്ന ഗതികേട് ആരോഗ്യ കേരളത്തിൽ എന്നുള്ള രൂപത്തിലാണ് നിങ്ങൾ ഹെഡ്ലൈൻ കൊടുത്തത്. നിങ്ങൾ ഇപ്പൊ സമയം 1:45 ഇപ്പൊ സമയം 1:45. അല്ല, മറ്റു രോഗികളുടെ കാര്യം ഞാൻ പറഞ്ഞേ. 1 മണിയുടെ വാർത്തയിൽ നിങ്ങൾ ഹെഡ്ലൈൻ കൊടുത്തത് അല്ല പ്രസാദേ ഞാൻ പറഞ്ഞതല്ല. അല്ലല്ല ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാല്, ഞാനതാ പറയുന്നത്. നല്ല കാര്യത്തെ DYFIയുടെ 2 പ്രവർത്തകർ അവരുടെ സഹപ്രവർത്തകനായിട്ടുള്ള ഒരു രോഗിയെ PPE വെച്ച് ബൈക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിനകത്ത് നന്മ കാണാതെ ആംബുലൻസിന് ക്ഷാമമുള്ള കേരളം എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അതെന്ത് തരത്തിലുള്ള മാധ്യമപ്രവർത്തനമാണ്? അവിടെ അപര്യാപ്തതയില്ല. ആംബുലൻസ് വരാനെടുക്കുന്ന 2-3 മിനിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബൈക്കിൽ പോയത്. അല്ല, 3 മിനിറ്റ് അല്ല, 5 മിനിറ്റ് അല്ല, 10 മിനിറ്റ് കൂട്ടിക്കോ. അവര് എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞു ആംബുലൻസ് വരാനെടുക്കുന്ന സമയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബൈക്ക് ഉപയോഗിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾ ആ നന്മയെ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ആംബുലൻസ് ദൗർലഭ്യമുള്ള കേരളം, ആരോഗ്യ സംവിധാനം തകർന്നിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, നിങ്ങളുടെ 1 മണിയുടെ വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ 1 മണി വാർത്ത കേട്ടാൽ നോക്ക് പ്രസാദേ നിങ്ങളുടെ 1 മണി വാർത്തയിൽ നിങ്ങൾ ആംബുലൻസിന്റെ ദൗർലഭ്യം കൊണ്ട് ബൈക്കിൽ കൊണ്ടുവന്നാ പറഞ്ഞേ. അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ വാർത്തയിലാണ് പറഞ്ഞത്. നിങ്ങളുടെ ഇന്നിപ്പോ അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ രോഗിയെ കൊണ്ടുപോയ കളക്ടർ വിഷയം കേട്ടു. കളക്ടർ ഈ ബൈക്കിലിരുത്തിയിട്ട് കൊണ്ടുപോയ 2 പേരെ പ്രശംസിക്കാൻ ചെയ്ത്. അതെ, അവർ അപ്രീഷിയേറ്റ് ചെയ്തു. ആംബുലൻസ് വരാൻ കാത്തിരിക്കാതെ ആ രോഗിയെ കൊണ്ടുപോയ 2 സഖാക്കളെ കളക്ടർ അപ്രീഷിയേറ്റ് ചെയ്തു. ഏഷ്യാനെറ്റിന് അത് സാധിച്ചില്ല. ഏഷ്യാനെറ്റ് അതിനെ വിമർശിക്കാൻ ചെയ്തത്. അല്ല, അതാ പറഞ്ഞത്, നിങ്ങൾ അഭിനന്ദിച്ചില്ല. നിങ്ങൾ 1 മണി വാർത്തയിൽ ആംബുലൻസിന് ദൗർലഭ്യമുള്ള കോവിഡ് പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് പാളി പോകുന്ന ആരോഗ്യ സംവിധാനങ്ങളുടെ രൂപത്തിലാണ് നിങ്ങൾ വാർത്ത കൊടുത്തത്. അല്ല, നിങ്ങൾ പ്രശ്നമാണ് നിർത്തിപ്പോകേണ്ട കാര്യം കഴിഞ്ഞു. അതല്ല നമ്മുടെ ചർച്ച വിഷയം. നിങ്ങളുടെ 1 മണി വാർത്തയുടെ നിങ്ങളുടെ ഇന്നത്തെ 1 മണി വാർത്ത നിങ്ങൾ നിഷേധിക്കുമോ? നോക്കൂ പ്രസാദേ, ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാല്
മറ്റെല്ലാ ദൃശ്യമാധ്യമങ്ങളും ആ കോവിഡ് രോഗിയെ മുന്നിലും BP കിറ്റ് ധരിച്ചു കൊണ്ടുപോയ സഖാക്കളെ അപ്രീഷിയേറ്റ് ചെയ്യുക, അഭിനന്ദിക്കുക ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അത് കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിന്റെ പരാജയക്കാർക്കാണ്. അത് ശരിയായ മാധ്യമപ്രവർത്തനം അല്ലാതെ പറഞ്ഞത്. അല്ല, ആയിക്കോട്ടെ, അത് എല്ലാ ചാനലിലും അതിന്റെ വിഷ്വൽസ് വന്നു. അതിന് പോരായ്മയല്ല. തങ്ങളുടെ സുഹൃത്തിന്റെ ആരോഗ്യത്തിൽ കരുതലുള്ള രണ്ട് സഖാക്കളുടെ കരുതലിന്റെ ഭാഗമായിട്ടാണ് അവർ ബൈക്കിൽ പോയത്. അത് ഒരു സംവിധാനത്തിന്റെ പരാജയമല്ല. അവിടെ ആ സംവിധാനമുണ്ട്. അവിടെയാണ് പാലിച്ച. അവിടെ ആ സംവിധാനമുണ്ട്. നമ്മൾ ആംബുലൻസിലേക്ക് ഫോൺ ചെയ്ത ആംബുലൻസ് മുറ്റത്തെത്താനുള്ള സമയം എടുക്കുന്നതിന് മുമ്പ് ശ്വാസതടസ്സം ഉള്ളത് കൊണ്ട് അവര് ബൈക്കിൽ കൊണ്ടുപോയതാണ്. ആ എഫേർട്ടിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? ആ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് ഈ നാട്ടിൽ ആംബുലൻസ് ഇല്ലാന്ന് പറഞ്ഞത് ഏത് തരത്തിലുള്ള മാധ്യമപ്രവർത്തന? പ്രസാദ്, നിങ്ങളുടെ 1 മണി വാർത്ത കേട്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഏഷ്യാനെറ്റ് കാണുന്നത് ഞാൻ മാത്രമല്ലല്ലോ, ലക്ഷക്കണക്കിന് മനുഷ്യർ കാണുന്നില്ലേ? 1 മണി വാർത്തയുടെ ഹെഡ്ലൈനാണിത്. നാളെ ലോക്ക്ഡൌണിലേക്ക് പോകുന്ന സമയത്ത് തകർന്നു കിടക്കുന്ന ആരോഗ്യ സംവിധാനങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ്? നോക്കൂ ഈ ശവപ്പറമ്പില് പ്രസാദ് പിന്നെ ശ്മശാനത്തിന് മുന്നിൽ ക്യൂ നിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ രാജ്യത്ത് മോശമില്ലാത്ത രൂപത്തിൽ ഒരു സംവിധാനം പോകുന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണ്ടേ? അതിന് പകരം ഇവിടെ ആംബുലൻസ് കിട്ടാൻ പാടില്ല എന്ന് പറയുന്നത് അല്ല. നിങ്ങളുടെ ഭാഗം എന്ന് വെച്ചാൽ നിങ്ങളുടെ വാർത്തയല്ലേ? നിങ്ങളുടെ വാർത്തയാണ്. നിങ്ങളുടെ 1 മണി വാർത്തയിൽ ആംബുലൻസ് ലഭിക്കാത്തതിന്റെ അപര്യാപ്തത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. ആംബുലൻസിന്റെ അപര്യാപ്തത ആയിരുന്നില്ല പ്രശ്നം. അത് നിങ്ങൾ ഉൾക്കൊള്ളണ്ടേ? പറയൂ. അല്ല, പ്രകോപിതനല്ല. ആലപ്പുഴ ബ്യൂറോ കൊടുക്കുന്ന റിപ്പോർട്ടാണല്ലോ നിങ്ങളുടെ പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ടെലികാസ്റ്റ്. അങ്ങനെ തന്നെയല്ലേ? എന്റെ സംശയം ചോദിച്ചേ. നിങ്ങൾ കൊടുത്ത വാർത്തയാണെങ്കിൽ പിന്നെ നിങ്ങൾ പറയണ്ടേ? പ്രസാദ്, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ട് 2 DYFI പ്രവർത്തകർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ആംബുലൻസിന്റെ അപര്യാപ്തം എന്നുള്ളത് ആ വാർത്ത ഡിസ്റ്റേജ് ചെയ്യുന്നതാണ്. അത് ശരിയല്ലെന്നാ പറഞ്ഞേ. കേൾക്കാം പറയൂ. ആ വീഡിയോ അവിടെ മൊബൈൽ ഫോണിൽ ആരോ എടുത്താണ്. ആ വീഡിയോക്കകത്ത് ആംബുലൻസിന്റെ അപര്യാപ്തം പറയുന്നില്ലല്ലോ. ഒരു ബൈക്കില് മുന്നിലും BP കിറ്റ് ഇട്ട 2 സഖാക്കള് ഒരു 36 വയസ്സായ രോഗി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അത്രയുള്ള വീഡിയോയുള്ളൂ. അത് സഖാക്കളാണെന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം സാറേ. അത് സഖാക്കളാണെന്നുള്ളതാണ് നിങ്ങളുടെ വാർത്ത നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യുന്നത്. അത് സേവാഭാരതിക്കാരോ യൂത്ത് കോൺഗ്രസ്സുകാരാണെങ്കിൽ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യില്ല. അതാണ് പറഞ്ഞത്. പ്രസാദേ, നോക്കൂ, ഞാൻ എന്റെ നിഷ്കളങ്കമായി ചോദിച്ചോട്ടെ. പ്രസാദ് ജേർണലിസം കഴിഞ്ഞാലേ ആണല്ലോ, ഒരു രോഗിയെ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യിക്കാതെ ഹോസ്പിറ്റലിലേക്ക് രണ്ട് മനുഷ്യര്, അവര് സഖാക്കളോ RSSകാരോ ലീഗാരോ കോൺഗ്രസ്സുകാരോ ആരാവട്ടെ, അവർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരാ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ആ നാട്ടിൽ ആംബുലൻസിന്റെ ദൗർലഭ്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാർത്ത ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്ത് തരത്തിലുള്ള മാധ്യമപ്രവർത്തനമാണ്? അത് മനസ്സിലാവുന്നില്ല. അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. ഈ രണ്ട് പ്രവർത്തകർ, ഈ 2 മനുഷ്യരെ മലയാളത്തിലെ മുഴുവൻ ചാനലുകൾ അഭിനന്ദിച്ചു. നിങ്ങൾ മാത്രമാണ് ഇവിടെ ആംബുലൻസ് ദൗർലഭ്യം എന്ന് പറഞ്ഞിട്ട് ആ വാർത്ത തെറ്റായി കൊടുക്കുന്നത്. ഇമാതിരി കെട്ട കാലത്തും ഇമാതിരി പിന്നെ തമ്മാടിത്തരം നിങ്ങൾ മാധ്യമപ്രവർത്തനം കേട്ട് വിളിച്ചാൽ വലിയ കഷ്ടമാണ് കേട്ടോ, വലിയ കഷ്ടമാണ്. ശരി, അവര് സഖാക്കളോ RSSകാരോ ലീഗാരോ കോൺഗ്രസ്സുകാരോ ആരാവട്ടെ, അവർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരാ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ആ നാട്ടിൽ ആംബുലൻസിന്റെ ദൗർലഭ്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാർത്ത ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്ത് തരത്തിലുള്ള മാധ്യമപ്രവർത്തനമാണ്? അത് മനസ്സിലാവുന്നില്ല. അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. ഈ രണ്ട് പ്രവർത്തകർ, ഈ 2 മനുഷ്യരെ മലയാളത്തിലെ മുഴുവൻ ചാനലുകൾ അഭിനന്ദിച്ചു. നിങ്ങൾ മാത്രമാണ് ഇവിടെ ആംബുലൻസ് ദൗർലഭ്യം എന്ന് പറഞ്ഞിട്ട് ആ വാർത്ത തെറ്റായി കൊടുക്കുന്നത്. ഇമാതിരി കെട്ട കാലത്തും ഇമാതിരി പിന്നെ തമ്മാടിത്തരം നിങ്ങൾ മാധ്യമപ്രവർത്തനം കേട്ട് വിളിച്ചാൽ വലിയ കഷ്ടമാണ് കേട്ടോ, വലിയ കഷ്ടമാണ്. ഹലോ, കേൾക്കാവോ? ആലപ്പുഴ ഏഷ്യാനെറ്റ് അല്ലേ? അതെ, ഞാൻ വിളിച്ചത് അവിടെ പുന്നപ്രയിൽ ഒരു മറ്റേ കോവിഡ് രോഗിയെ ബൈക്കിലെടുത്തി കൊണ്ടുവരുന്നതായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ടല്ലോ. നിങ്ങളുടെ ഹെഡ്ലൈനിൽ ഇപ്പോൾ വാർത്തയായിരുന്നു.
ആംബുലൻസിന്റെ ദൗർലഭ്യം കൊണ്ട് ബൈക്കിൽ കൊണ്ടുപോകേണ്ടുന്നൊരു ദയനീയമായ ചിത്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് ഹെഡ്ലൈനിൽ വന്നത്. വസ്തുതാപരമായിട്ട് അത് അങ്ങനെ തന്നെയാണോ? അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട രോഗിയെ 36 വയസ്സുള്ള ഒരു യുവാവിനെ ബൈക്കില് മുന്നിലും ബാക്കിലും 2 PPE കിറ്റ് ധരിച്ച 2 പേര്, 2 സഖാക്കൾ DYFIയുടെ പ്രവർത്തകരാണെന്നുള്ളതാണ് മറ്റു ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത്. ആംബുലൻസ് വരാനുള്ള ഒരു ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആംബുലൻസ് പുന്നപ്രയിലേക്ക് 4-5 മിനിറ്റ് ആംബുലൻസ് വരാനുള്ള ഒരു ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് DYFIയുടെ രേഖ എന്ന് പേരുള്ള ഒരു സഖാവ് ഉൾപ്പെടെ മുന്നിലും ബാക്കിലും PPE കിറ്റ് ധരിച്ച് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിട്ടെന്നാണ് പറഞ്ഞത്. അപ്പം അത് ഒരു സുഹൃത്തുക്കളുടെ കൺസേൺ, അവരുടെ ശ്രദ്ധ, അവരുടെ സുഹൃത്തായിട്ടുള്ള ആളുടെ ജീവനിലുള്ള ഒരു താല്പര്യം എന്നുള്ളതിനപ്പുറത്തേക്ക് അത് അവിടെ ആംബുലൻസിനുള്ള ദൗർലഭ്യമൊന്നും ആരോഗ്യ സംവിധാനത്തിന്റെ പരാജയം എന്ന നിലക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് വാർത്ത കൊടുക്കുന്നത് ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ മൊറയിൽ ഇല്ലാതാക്കുന്ന ഏർപ്പാടേ പോലെ. പ്രസാദ് ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടറാണെന്നുള്ള മതിപ്പുകൊണ്ട് വാർത്ത കണ്ട സമയത്ത് ആംബുലൻസിന് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് ആംബുലൻസ് കിട്ടാത്തത് കൊണ്ട് ബൈക്കിൽ കൊണ്ടുപോകേണ്ടുന്ന ഗതികേട് ആരോഗ്യ കേരളത്തിൽ എന്നുള്ള രൂപത്തിലാണ് നിങ്ങൾ ഹെഡ്ലൈൻ കൊടുത്തത്. നിങ്ങള് ഇപ്പൊ സമയം 1:45 ഇപ്പൊ സമയം 1:45. അല്ല, മറ്റു രോഗികളുടെ കാര്യം ഞാൻ പറഞ്ഞേ. 1 മണിയുടെ വാർത്തയിൽ നിങ്ങൾ ഹെഡ്ലൈൻ കൊടുത്തത് അല്ല പ്രസാദേ ഞാൻ പറഞ്ഞതല്ല. അല്ലല്ല ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാല് ഞാനതാ പറയുന്നത്. നല്ല കാര്യത്തെ DYFIയുടെ 2 പ്രവർത്തകർ അവരുടെ സഹപ്രവർത്തകനായിട്ടുള്ള ഒരു രോഗിയെ PPE ധരിച്ച് ബൈക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിനകത്ത് നന്മ കാണാതെ ആംബുലൻസിന് ക്ഷാമമുള്ള കേരളം എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അതെന്ത് തരത്തിലുള്ള മാധ്യമപ്രവർത്തനമാണ്? അവിടെ അപര്യാപ്തതയില്ല. ആംബുലൻസ് വരാനെടുക്കുന്ന 2-3 മിനിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബൈക്കിൽ പോയത്. അല്ല, 3 മിനിറ്റ് അല്ല, 5 മിനിറ്റ് അല്ല, 10 മിനിറ്റ് കൂട്ടിക്കോ. അവര് എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞു ആംബുലൻസ് വരാനെടുക്കുന്ന സമയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബൈക്ക് ഉപയോഗിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾ ആ നന്മയെ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ആംബുലൻസ് ദൗർലഭ്യമുള്ള കേരളം, ആരോഗ്യ സംവിധാനം തകർന്നിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, നിങ്ങളുടെ 1 മണിയുടെ വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ 1 മണി വാർത്ത കേട്ടാൽ നോക്ക് പ്രസാദേ നിങ്ങളുടെ 1 മണി വാർത്തയിൽ നിങ്ങൾ ആംബുലൻസിന്റെ ദൗർലഭ്യം കൊണ്ട് ബൈക്കിൽ കൊണ്ടുവന്ന പറഞ്ഞേ. അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ വാർത്തയിലാണ് പറഞ്ഞത്. നിങ്ങളുടെ ഇന്നിപ്പോ അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ രോഗിയെ കൊണ്ടുപോയ കളക്ടർ വിഷയം കേട്ടു. കളക്ടർ ഈ ബൈക്കിലെടുത്തിട്ട് കൊണ്ടുപോയ 2 പേരെ പ്രശംസിക്കുക ചെയ്ത്. അതെ, അവർ അപ്രീഷിയേറ്റ് ചെയ്തു. ആംബുലൻസ് വരാൻ കാത്തിരിക്കാതെ ആ രോഗിയെ കൊണ്ടുപോയ 2 സഖാക്കളെ കളക്ടർ അപ്രീഷിയേറ്റ് ചെയ്തു. ഏഷ്യാനെറ്റിനത് സാധിച്ചില്ല. ഏഷ്യാനെറ്റ് അതിനെ വിമർശിക്കുക ചെയ്തത്. അതാ പറഞ്ഞത്, നിങ്ങൾ അഭിനന്ദിച്ചില്ല. നിങ്ങൾ 1 മണി വാർത്തയിൽ ആംബുലൻസിന് ദൗർലഭ്യമുള്ള കോവിഡ് പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് പാളി പോകുന്ന ആരോഗ്യ സംവിധാനങ്ങളുടെ രൂപത്തിലാണ് നിങ്ങൾ വാർത്ത കൊടുത്തത്. അല്ല, നിങ്ങൾ പ്രക്ഷോഭം നിർത്തിപ്പോകേണ്ട കാര്യമില്ല. അതല്ല നമ്മുടെ ചർച്ച വിഷയം. നിങ്ങളുടെ 1 മണി വാർത്തയുടെ നിങ്ങളുടെ ഇന്നത്തെ 1 മണി വാർത്ത നിങ്ങൾ നിഷേധിക്കോ? നോക്കൂ പ്രസാദേ, ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാല് മറ്റെല്ലാ ദൃശ്യമാധ്യമങ്ങളും ആ കോവിഡ് രോഗിയെ മുന്നിലും PPE കിറ്റ് ധരിച്ചു കൊണ്ടുപോയ സഖാക്കളെ അപ്രീഷിയേറ്റ് അഭിനന്ദിക്കുക ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അത് കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിന്റെ പരാജയക്കാർക്കാണ്. അത് ശരിയായ മാധ്യമപ്രവർത്തനം അല്ലാതെ പറഞ്ഞത്. അല്ല, ആയിക്കോട്ടെ, അത് എല്ലാ ചാനലിലും അതിന്റെ വിശ്വസിച്ചു വന്നു. അതൊരു പോരായ്മയല്ല.
അതിന് പോരായ്മയല്ല, തങ്ങളുടെ സുഹൃത്തിന്റെ ആരോഗ്യത്തിൽ കരുതലുള്ള രണ്ട് സഖാക്കളുടെ കരുതലിന്റെ ഭാഗമായിട്ടാണ് അവർ ബൈക്കിൽ പോയത്. അത് ഒരു സംവിധാനത്തിന്റെ പരാജയമല്ല. അവിടെ ആ സംവിധാനമുണ്ട്, അവിടെയാണ് പാലിച്ച, അവിടെ സംവിധാനമുണ്ട്. നമ്മുടെ ആംബുലൻസിലേക്ക് ഫോൺ ചെയ്ത ആംബുലൻസ് മുറ്റത്തെത്താനുള്ള സമയം എടുക്കുന്നതിന് മുമ്പ് ശ്വാസതടസ്സം ഉള്ളത് കൊണ്ട് അവര് ബൈക്കിൽ കൊണ്ടുപോയതാണ്. ആ എഫേർട്ടിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? ആ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് ഈ നാട്ടിൽ ആംബുലൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള മാധ്യമപ്രവർത്തനം? പ്രസാദ്, നിങ്ങളുടെ 1 മണി വാർത്ത കേട്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്, വാർത്ത കേട്ടിട്ടാണ് വിളിക്കുന്നത്. ഏഷ്യാനെറ്റ് കാണുന്നത് ഞാൻ മാത്രമല്ലല്ലോ, ലക്ഷക്കണക്കിന് മനുഷ്യർ കാണുന്നില്ലേ? 1 മണി വാർത്തയുടെ ഹെഡ്ലൈനാണിത്. നാളെ ലോക്ക്ഡൌണിലേക്ക് പോകുന്ന സമയത്ത് തകർന്നു കിടക്കുന്ന ആരോഗ്യ സംവിധാനങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ്? നോക്കൂ ഈ ശവപ്പറമ്പില് പ്രസാദ് പിന്നെ ശ്മശാനത്തിന് മുന്നിൽ ക്യൂ നിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ രാജ്യത്ത് മോശമില്ലാത്ത രൂപത്തിൽ ഒരു സംവിധാനം പോകുന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണ്ടേ? അതിന് പകരം ഇവിടെ ആംബുലൻസ് കിട്ടാൻ പാടില്ല എന്ന് പറയുന്നത് അല്ല. നിങ്ങളുടെ ഭാഗം എന്ന് വെച്ചാൽ നിങ്ങളുടെ വാർത്തയല്ലേ? നിങ്ങളുടെ ഭാഗം നിങ്ങളുടെ വാർത്തയാണ്. നിങ്ങളുടെ 1 മണി വാർത്തയിൽ ആംബുലൻസ് ലഭിക്കാത്തതിന്റെ അപര്യാപ്തത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. ആംബുലൻസിന്റെ അപര്യാപ്തത ആയിട്ടില്ല പ്രശ്നം. അത് നിങ്ങൾ ഉൾക്കൊള്ളണ്ടേ? പറയൂ. അല്ല, പ്രകോപിതനല്ല. ആലപ്പുഴ ബ്യൂറോ കൊടുക്കുന്ന റിപ്പോർട്ടാണല്ലോ നിങ്ങളുടെ പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ടെലികാസ്റ്റ് ചെയ്യുക. അങ്ങനെ തന്നെയല്ലേ? എന്റെ സംശയം ചോദിച്ചേ. നിങ്ങൾ കൊടുത്ത വാർത്തയാണെങ്കിൽ പിന്നെ നിങ്ങൾ പറയണ്ടേ? പ്രസാദ്, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ട് 2 DYFI പ്രവർത്തകർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ആംബുലൻസിന്റെ അപര്യാപ്തത എന്നുള്ളത് ആ വാർത്ത ഡിവിറ്റി ഡിസ്റ്റേജ് ചെയ്യുന്നതാണ്. അത് ശരിയല്ലെന്നാ പറഞ്ഞേ. കേൾക്കാം പറയൂ. ആ വീഡിയോ അവിടെ മൊബൈൽ ഫോണിൽ ആരോ എടുത്താണ്. ആ വീഡിയോക്കകത്ത് ആംബുലൻസിന്റെ അപര്യാപ്തത പറയുന്നില്ലല്ലോ. ഒരു ബൈക്കില് മുന്നിലും PP കിറ്റ് ഇട്ട 2 സഖാക്കള് ഒരു 36 വയസ്സായ രോഗി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അത്രയുള്ള വീഡിയോ ഉള്ളൂ. അത് സഖാക്കളാണെന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം സാറേ. അത് സഖാക്കളാണെന്നുള്ളതാണ് നിങ്ങളുടെ വാർത്ത നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. അത് സേവാഭാരതിക്കാരോ യൂത്ത് കോൺഗ്രസ്സുകാരാണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യില്ല. അതാണ് പറഞ്ഞത്. പ്രസാദേ, നോക്കൂ, ഞാൻ എന്റെ നിഷ്കളങ്കമായി ചോദിച്ചോട്ടെ. പ്രസാദ് ജേർണലിസം കഴിഞ്ഞാലേ ആണല്ലോ. ഒരു രോഗിയെ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യിക്കാതെ ഹോസ്പിറ്റലിലേക്ക് രണ്ട് മനുഷ്യര്, അവര് സഖാക്കളോ RSSകാരോ ലീഗാരോ കോൺഗ്രസ്സുകാരോ ആരാവട്ടെ, അവർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരാ എഫേർട്ടിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ആ നാട്ടിൽ ആംബുലൻസിന്റെ ദൗർലഭ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാർത്ത ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്ത് തരത്തിലുള്ള മാധ്യമപ്രവർത്തനമാണ്? അത് മനസ്സിലാവുന്നില്ല. അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. ഈ രണ്ട് പ്രവർത്തകർ, ഈ 2 മനുഷ്യരെ മലയാളത്തിലെ മുഴുവൻ ചാനലുകൾ അഭിനന്ദിച്ചു. നിങ്ങൾ മാത്രമാണ് ഇവിടെ ആംബുലൻസ് ദൗർലഭ്യം എന്ന് പറഞ്ഞിട്ട് ആ വാർത്ത തെറ്റായി കൊടുക്കുന്നത്. ഇമാതിരി കെട്ട കാലത്തും ഇമാതിരി പിന്നെ തമ്മാടിത്തരം നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന് കേട്ട് വിളിച്ചാൽ വലിയ കഷ്ടമാണ് കേട്ടോ, വലിയ കഷ്ടമാണ്.